പ്രകാശമേ മിഴി തുറക്കുക വേഗം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. യേശുവിനെ കാണാൻ അമ്മയും സഹോദരങ്ങളും വന്ന് കാത്തു നിൽക്കുമെന്ന് പറഞ്ഞ ഒരു സാഹചര്യമാണ്. യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സംസാരമുണ്ടായി. യേശുവിനെതിരെ കുറ്റാരോപണങ്ങൾ നടന്നു. അപ്പോൾ യേശുവിനെ കാണാനായിട്ട് അമ്മയും സഹോദരങ്ങളും വന്നപ്പോൾ വലിയ ആൾക്കൂട്ടത്തിന് നടുവിലാണ് യേശു നിൽക്കുന്നത്. അതുകൊണ്ട് യേശുവിനോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ. യേശു മുറിക്കുള്ളിലാണ്, ഒരുപാട് ആൾക്കാർ ഉണ്ട്, ഇതാ വന്ന് കാത്തു നിൽക്കുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, യേശു ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. രക്തബന്ധത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് ഈ ബന്ധം. യേശുവിൻ്റെ സഹോദരനാകാൻ നമുക്കും സാധിക്കും. ഇപ്പോൾ എന്ത് ചെയ്യണം? യേശു പറഞ്ഞവർ ജീവിക്കണം. യേശു നമ്മളെ പഠിപ്പിച്ചില്ലേ സ്വർഗസ്ഥനായ പിതാവിന് പ്രാർത്ഥിക്കാനായിട്ട്? സ്വർഗസ്ഥനായ പിതാവിന് പ്രാർത്ഥിക്കുന്ന നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. യേശു എൻ്റെ സഹോദരനാണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക, ജീവിക്കുക, അതാണ് പ്രധാനം. അപ്പോൾ രക്തബന്ധത്തേക്കാൾ പ്രധാനം ഈ ഹൃദയബന്ധമാണ്, വിശ്വാസമാണ് പ്രധാനം. അപ്പോൾ യേശുവിൻ്റെ അമ്മയുടെ ആ സ്ഥാനത്തേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. ഈ സഹോദരങ്ങളായി കാണാൻ സാധിക്കും. നിങ്ങളാരും അന്യരല്ല, സഹോദരങ്ങളാണ്, പിതാവിൻ്റെ മക്കളാണ്. ഇപ്പോൾ പിതാവിൻ്റെ മക്കളായി ജനിച്ചവരാണ് നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്ന ബോധ്യത്തോടു കൂടി യേശുവിനെ സഹോദരനായി കണ്ട് ആ യേശുവിൻ്റെ വാക്കുകളനുസരിച്ച്, യേശു പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാകണം. അതിനുള്ള കൃപ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഓർക്കുക, നമ്മളാരും അന്യരല്ല, പരദേശികളല്ല, അനാഥരല്ല, നമ്മൾ അടിമകളല്ല, യേശുവിൻ്റെ സഹോദരങ്ങളാണ്, ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ആ അഭിമാനം, സന്തോഷം നമുക്കുണ്ടാകണം. അത് തമ്പുരാൻ കൃപ ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക